സോ ഗൈസ്, ഇതാണ് നമ്മളെ ഓവർ വേൾഡ്. ഈ ഒരു ഓവർ വേൾഡിലാണ് നമ്മൾ സാധാരണ മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇതാണ് ഗൈസ് പേൽ ഗാർഡൻ ഓൺലി വേൾഡ്. ഇവിടെ പേൽ ഗാർഡൻ ബയോ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ പകൽ സമയത്തും ഭയങ്കര ഇരുട്ടാണ്, രാത്രിയിലും ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് രണ്ട് നേരെ ഇവിടെ ഹോസ്റ്റൽ മോബ്സ് പോകണോ, അപ്പോൾ ഡേഞ്ചർ ഇവിടെ വളരെ അധികം കൂടുതലാണ്. നമ്മളിവിടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഓവർ വേൾഡിൽ നേരെ നെതറിലോട്ടും നെതറിൽ നിന്ന് നേരെ എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യുക എന്നു. ഇവിടെ വേറൊരു വലിയ ശല്യവും കൂടെ ഉണ്ട്. അതാണ് നമ്മളെ പുതിയ മോബ് ക്രീക്കി. ഇത് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ അടിക്കുന്നില്ല, പക്ഷെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അടിക്കും. ഓൾറൈറ്റ് ഗൈസ്, നമ്മൾ ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പേൽ ഗാർഡൻ ഓൺലി വേൾഡ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയ അഡോൺ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എനിക്ക് വേണമെങ്കിൽ FOV പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ പെർസ്പെക്റ്റീവും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ബാക്ക്, തേർഡ് പേഴ്സൺ ഫ്രണ്ട്. പിന്നെ FOV നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ സെറ്റിങ്സിനകത്താണ് നമ്മൾ അവിടെ എനേബിൾ സെറ്റിങ്സ് ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ ഉണ്ട് ടൂൾസ് ഉണ്ടാക്കലാണ്. ഗായ്സ്, നമ്മളിവിടെ തടി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ ഈ വേൾഡിനകത്ത് ഒരു ബോണസ് ടെസ്റ്റ് ഉണ്ടെന്ന്. ഈ ബോണസ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഓഫ് ആക്കാൻ കഴിയുന്നില്ല. ഈ വേൾഡ് കിട്ടുമ്പോൾ തന്നെ അങ്ങനെയാണ് നമുക്ക് സ്പോൺ ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോണസ് ടെസ്റ്റ് യൂസ് ചെയ്യാനല്ല വേറെ വഴിയില്ല. അല്ല, ഞാൻ കളിച്ച വേൾഡുകൾ ഇത് ഇഗ്നോർ ചെയ്തെങ്കിലും അതിലെല്ലാം ഞാൻ ചാവുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഈ ഒരു ബോണസ് ടെസ്റ്റ് യൂസ് ചെയ്യുകയാണ്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ആവശ്യമുള്ള ഐറ്റമാണ് നമ്മളെ കിഴങ്ങ് അല്ലെങ്കിൽ പൊട്ടാറ്റോ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വുഡ് വെട്ടാം. ഓൾറൈറ്റ് ഗൈസ്, ഞാനിവിടെ വുഡെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടിയ പൊട്ടാറ്റോ വളർത്തുക എന്നതാണ്. കാരണം ഈ വേൾഡിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫുഡ് ഇല്ലാത്തതാണ്. ഇവിടെ സ്ട്രക്ചർ സ്പോൺ ആവത്തില്ല. ഇവിടെ പിഗ്സ്, ഷീപ്പ്, കൗ അങ്ങനെ ഒന്നും സ്പോൺ ആവത്തില്ല. അപ്പോൾ നമുക്ക് ഫുഡ് ഒട്ടിപ്പിക്കാൻ ഒരേ ഒരു വഴി സോംബിയാണ്. എനിക്ക് വയ്യ സോംബിയുടെ ഇറച്ചി ഇന്ന് ചാവാൻ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ വളർത്തിയെടുക്കാം വെള്ളത്തിൻ്റെ അടുത്ത് വെച്ച്. ഓൾറൈറ്റ് ഗൈസ്, നമ്മൾക്ക് ഇവിടെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളിനി ഈ കിഴങ്ങൊക്കെ വളർത്താൻ പോകുന്നത്. ഇത് വളർത്തിയതിന് ശേഷം ഞാൻ കുറേ കിഴങ്ങ് ഒപ്പിക്കാൻ പോകുന്നത്. 2-3 സ്റ്റാക്ക് ഒപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾ കണ്ട ഒരു മോൻ്റെ ഓക്കെ. നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ കിഴങ്ങിൽ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് സ്ഥലം വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇനിയും കിഴങ്ങൾ വളർത്താൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് AFK. നമുക്കിനി കുറേ ഫുഡ് ഒപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണാം. ഓക്കെ, നമ്മളെ 2 കിഴങ്ങ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 6 ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ വെട്ടും പ്ലേസ് ചെയ്യും. നല്ല രീതിക്ക് നമ്മളെ അളവിന് ഫുഡ് ആവുന്നവരെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഞാൻ നിങ്ങൾ സംസാരിക്കത്തൊന്നുമില്ല, നേരെ നിങ്ങളൊരു ടൈം ലാപ്സ്. നമ്മളെ AFK സെഷൻ ഇവിടെ ഓവർ ആയിട്ടുണ്ട്. നമുക്കിവിടെ 5 ദിവസമാണ് നമ്മൾ AFK ചെയ്തത്. ടോട്ടൽ ഒരു 1.5 മണിക്കൂറാണ് നമ്മളിവിടെ AFK ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ കുറേ ഫുഡായിട്ടുണ്ട്. ഓൾറെഡി ഒരു സ്റ്റാക്കിൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ ഒന്നും കൂടെ പ്ലാൻ ചെയ്ത് പിന്നെ നമ്മൾ ഒന്നും കൂടെ പൊടിച്ചെടുത്തപ്പം ഇച്ചിരി കൂടുതൽ കിട്ടും. അത് ഞാൻ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ, എന്നിട്ട് നോക്കാം ടോട്ടൽ എത്ര ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മൾ 2.5 സ്റ്റാക്കോളം ഫുഡ് നമ്മളതിൽ ഇരിപ്പുണ്ട്. ഇത് ധാരാളമായിരിക്കും. ഞാൻ ഇനി ബാക്കിയുള്ളതും കൂടെ ഇങ്ങ് പ്ലേസ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്മെൽറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഫർണസി നമ്മളെ കിഴങ്ങ് സ്മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് ടൈം വേസ്റ്റ്. ഓക്കെ, നമ്മളിവിടെ എല്ലാം കിഴങ്ങുകൾ സ്മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കി നോക്കാം. 6.5 hours later. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കിഴങ്ങെല്ലാം സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ബേക്കഡ് പൊട്ടാറ്റോ. ഇനി നമുക്ക് ഈ വേൾഡിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല. കാരണം നമ്മൾ 2 സ്റ്റാക്ക് ഫുഡുണ്ട്. ഇതിനി മതിയാവും നമ്മളെ മുഴുവൻ ജേണിക്ക്. ഇനി നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കേവ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്കൊരു പണിയില്ല. ഇനി നമ്മൾ കേവ് കണ്ടെത്തണം, അയറൺ കളക്ട് ചെയ്യണം, പിന്നെ ഡയമണ്ട് കളക്ട് ചെയ്യണം, ആർമർ ഉണ്ടാക്കണം, നെതറിൽ പോകണം. എന്നിട്ട് നെതറിൽ പോയി ബ്ലേസ് റോഡും എൻ്റർപ്രൈനൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് എൻ്റർപ്രൈനെ ബീറ്റ് ചെയ്യാൻ പോകും. അപ്പം നമുക്കൊരു കേവ് പോയി തപ്പാം. A few moments later. ഓക്കെ ആയി, നമുക്ക് ഇവിടെ ഒരു കേവ് കിട്ടിയിട്ടുണ്ട്. ഇത് കേവ് ആണെന്ന് തോന്നുന്നു. ചെറിയൊരു റവീൻ പോലെ ഉണ്ട്. ഇത് റവീൻ ആണെന്ന് എനിക്ക് സംശയം. ഇവിടെ നമുക്ക് ഇച്ചിരി അയറൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നമുക്കിവിടെ താഴോട്ട് പോകാനുള്ള വഴി നോക്കണം. ഇത് ഭയങ്കര ആഴത്താണ്. നമുക്കിവിടെ പതുക്കെ ഇറങ്ങാനും പറ്റില്ല. പിന്നെ നമുക്ക് എന്തായാലും കട്ടുകൾ ക്രീപ്പർ ഇരിഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു തവണ ചത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ആ കേവിലോട്ട് തിരിച്ചു. അങ്ങനെ നമ്മളെ കേവി താഴ്ത്തിയിട്ട് നമ്മളവിടെ സാധനങ്ങളെല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലുള്ള പാട്ടൊക്കെ അടിച്ച് വെറുതെ എന്തിനാണ് നിങ്ങളെ പോറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മളെ ഈ ഒന്ന് ഹെൽത്ത് റീജൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴോട്ട് പോകുന്നതുകൊണ്ട് അവിടെ മൈൻ ഷാഫ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മൈൻ ഷാഫ്റ്റിൽ അയറണൊന്നും എടുക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കല്ല അടിച്ചെന്ന്. ഓക്കെ ആയി, നമുക്ക് ഇവിടെ നമ്മളെ ഫസ്റ്റ് അയറൺ ഈ വേൾഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്കെലട്ടൺ സ്കെലട്ടനെ കൊണ്ടാണ് ഇവിടെ മുടിപ്പ്. അപ്പൊ നമ്മൾ മുടിഞ്ഞ് നമ്മൾ വിരിഞ്ഞു കഴിച്ചു ഒന്നും കൂടെ. അപ്പൊ നമുക്കിനി ഒന്നും കൂടെ അവിടെ തിരിച്ചെത്തണം.
അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചെത്തി നമ്മൾ ആ സോംബിയൊക്കെ അടിച്ചു വന്നു. ആ സ്കെൽട്ടൺ ഇപ്പോൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ സ്കെൽട്ടണിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് സാധനം എടുത്ത് നൈസായിട്ട് കയറുന്ന മൈൻഡായിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കുക. ഗൈസ് ആ നാശ സ്കെൽട്ടൺ പിന്നെ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കവർ ആയിട്ട് ഈ സ്കെൽട്ടൺ നമ്മളെ ജീവിക്കുന്ന സമയത്ത് ഈ സ്കെൽട്ടൺ നമുക്ക് ഇവിടുന്ന് ഓടായി ഈ സ്കെൽട്ടൺ നമ്മളെ ജീവിക്കാം. പണ്ടാരെ ഈ സ്കെൽട്ടൺ ആരെങ്കിലും ഒന്ന് കൊന്നു തരുമോ? അപ്പൊ നമ്മള് പിന്നെ ഇവിടെ തിരിച്ചെത്തി. പക്ഷേ ഈ സ്കെൽട്ടൺ ഇവിടെ കാണുന്നില്ല. ഇപ്രാവശ്യം ആ സ്കെൽട്ടൺ ശരിക്കും ഡീസ്പോൺ ആയി തോന്നുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് 1000 മൈൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഓടാൻ നോക്കാം. അപ്പൊ നമ്മളിവിടെ 1000 മൈൻഡ് ചെയ്ത് ഇവിടെ 5000 നമ്മൾ സ്മെൽറ്റിങ്ങിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് താഴെ ഇവിടെ പോയി 1000 എങ്ങനെ ഉണ്ടാ ചെക്ക് ആയിട്ട് വരാം. അവിടെ ഈ ഒരു അയറൻ അല്ലാതെ വേറൊരു മാങ്ങാത്തോലി എനിക്ക് എത്തിയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ആ സ്കെൽട്ടൺ കഴിച്ച് പിന്നെയും തിരിച്ചു വന്നു. ഞാൻ ഇവിടെ ഹൈഡായി ഇരിപ്പുണ്ട്. ഇപ്പൊ നമ്മളെ ബാക്കിയുള്ള അയറനും കൂടെ പെട്ടെന്ന് സ്മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കുറച്ച് അയറനൊക്കെ ഇവിടെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ അയറിനെടുത്ത് നമുക്ക് ഷീൽഡും കാര്യങ്ങളും ഉണ്ടാക്കാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഷീൽഡും ബക്കറ്റും ഉണ്ടാക്കി ഒരു സോഡും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അയറനെ സ്മെൽറ്റ് ആയിട്ട് ഇവിടുന്ന് ഇറങ്ങാം. സോ ഗൈസ് സ്മെൽറ്റ് അയറൻ വെച്ച് ഞാൻ ഇവിടെ ഒരു പിക്കാക്സ് ഉണ്ടാക്കി. ഇനി ഇവിടെ വെറുതെ ടൈം ഒന്നും വേസ്റ്റ് ആകുന്നത്. നമുക്ക് നേരെ മൈൻ ഷാഫ്റ്റിൽ പോയി ലൂട്ടാം. അവിടെ വല്ല മൈൻ കാർട്ട് ഉണ്ടെങ്കിൽ അതിൽ ലൂട്ടാം, അയറൻ ഉണ്ടെങ്കിൽ അതിൽ ലൂട്ടാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നിങ്ങൾ അയറൺ എടുക്കുന്നതൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അയറൺ ആർമർ കംപ്ലീറ്റ് ചെയ്യാൻ അയറനൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ സ്മെൽറ്റ് എടുത്തിട്ട് അയറൺ ആർമർ കംപ്ലീറ്റ് ചെയ്യാം. 12 seconds later. സ്മെൽറ്റിങ്ങിന് ശേഷം നമ്മളിവിടെ അയറൺ ആർമർ പ്ലസ് അയറൺ ടൂൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ലാവാ പൂൾ തരിക. ഇതൊരൊറ്റ ലാവയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് വേറെ ലാവാ പൂളിൽ പോയി താഴെ തരിക. ചിലപ്പോൾ ഡയമണ്ട് കിട്ടില്ല. നമുക്ക് ഡയമണ്ട് പിക്കാക്സ് സോഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി ഡയമണ്ട് കാര്യങ്ങൾ മൈൻ ചെയ്യാം. 2000 years later. സോ ഗൈസ് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഞാൻ ഈ ഡയമണ്ട് ആർമർ ഉണ്ടാക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ പാട്ട് മാത്രം അങ്ങ് കറക്റ്റ് ആയിപ്പോയി. എന്താണെന്നറിയുമ്പോൾ കാരണം അതൊരു ഇൻഡിവിജ്വൽ ക്ലിപ്പായിരുന്നു. അതുകൊണ്ട് അതങ്ങ് കറക്റ്റ് ആയിപ്പോയി. നമ്മളെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോട്ട് എടുക്കാൻ പറ്റില്ല. സോ സോറി ഗൈസ്. അപ്പോൾ നമ്മൾ ആർമറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നെതറിലോട്ട് പോകാൻ നോക്കും. എന്താടാ എന്ത് ഫ്ലോ അടിക്കുന്നത്? ഫ്രീ ആയിട്ട് റെൻഡർ പേൾ കിട്ടി. സോ നമ്മൾ ഡ്രീമിന്റെ മാനുവലിൽ കാണുന്ന പോലെ ഞാൻ ഡ്രീമിനെ പോലെ ഇവിടെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വെള്ളവും ലാവായും വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് പോകണം നെതറിൽ. നെതറിൽ പോയ ശേഷം നമുക്ക് കളക്ട് ചെയ്യണം എന്തർപേൾ, ബ്ലേസ് റോഡ്. എന്നിട്ട് നമുക്ക് തിരിച്ചു വരണം. ഇനി നമ്മളെ സ്പോൺ എങ്ങനെയാന്ന് പറഞ്ഞൂടെ. ഈ സോംബിയെ കൊണ്ട് ശല്യമായല്ലേ. ഓക്കെ, ആ സോംബി എവിടെയോ മാഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും എനിക്ക് അന്നോടെ എവിടെ മാഞ്ഞു പോയി. ഇനി നമുക്ക് നേരെ നെതറിൽ പോകാൻ. വെറുതെ ടൈമൊന്നും വേസ്റ്റ് ആക്കാനില്ല. ഗൈസ് നമ്മളിവിടെ സ്പോൺ ആയത് വാട്ടർ ഫോറസ്റ്റിലാണ്. അതായത് നമ്മൾ എൻഡർപേളുടെ പ്രശ്നം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. കാരണം നമുക്കിനി ഇവിടുന്ന് ഇഷ്ടംമാതിരി എൻഡർപേളുകളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ എൻഡർപേൾ കളക്ട് ചെയ്തുകൊണ്ടാണ് പോണത് ഫോർട്രസിലൂടെ. ഫോർട്രസ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻഡർപേൾ നമ്മൾ കളക്ട് ചെയ്യാം. ടൈമൊന്നും വേസ്റ്റ് ആക്കില്ല. സോ ഗൈസ് നമുക്ക് ഇവിടെ ആവശ്യമുള്ള എൻഡർപേളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാക്ക് പ്ലസ് 10 എൻഡർപേളാണ്. ഒരു സ്റ്റാക്ക് നമ്മൾ എൻഡറൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഒരു 10 നമ്മൾ ഫോർട്രസിൽ രക്ഷപ്പെടാൻ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ചെസ്റ്റ്, ഫർണസ് ഒക്കെ എന്തായിരുന്നു. ചെസ്റ്റിൽ ഞാൻ എൻ്റെ ഇൻവെൻട്രി ഫുൾ ആയപ്പോൾ എല്ലാ വേസ്റ്റ് ഐറ്റംസും എടുത്ത് ചെസ്റ്റ് വെച്ചിട്ട് ഫർണസ് ഞാൻ ഗോൾഡ് സ്മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചതാണ്. വേറെ ഒന്നുമില്ല. ഇനി ഞാൻ ഇതിനകത്ത് ചെരുപ്പും ഉണ്ടാക്കും. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല. വെറുതെ ടൈം വേസ്റ്റിംഗ് ആണ്. ഇത് നിങ്ങൾ ഇനി ക്രിയേറ്റീവ് എന്ന് എടുത്തൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. ഇനി നമുക്ക് നേരെ ഫോർട്രസ് തപ്പിപ്പോവാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സിംഗിൾ പിഗിളിനെ കണ്ടുപിടിച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ കുഴി ട്രാപ്പ് ആയിട്ട് ഇവൻ്റെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമുള്ള എന്തായാലും തന്നെ. ഇവ ഓൾറെഡി എനിക്കൊരു ഫയർ റെസിസ്റ്റൻറ്റ് പോർഷൻ തന്നിട്ടുണ്ട്. കാരണം ഇതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്തില്ല. നമ്മൾ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന് സ്റ്റോറേജ് കളയാതിരിക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഗോൾഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയാവും നമുക്ക് ട്രേഡ് ചെയ്ത് സാധനങ്ങൾ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഗോൾഡ് ഇവിടെ അറിയാതെ എടുത്തു. അപ്പോൾ ഗോൾഡ് ഞാൻ തിരിച്ചു കൊടുത്തപ്പോൾ ഒരു അടിയും കൊടുത്തപ്പോൾ ഇവൻ്റെ കുണം അങ്ങ് മാറി. അപ്പോൾ നമുക്ക് ഇവനെ അടിച്ചാൽ കൊല്ല. ഇവന് ഇനി ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവനെ അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വേറെ ഫോർട്രസ് തപ്പിപ്പോവാം. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങോട്ട് ഇച്ചിക്കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നമുക്ക് പിഗിളിനെ കണ്ട്. ഇവന്മാർ എന്നെ അടിക്കുന്നില്ല. അവനെ അടിക്കുന്ന കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവന്മാർക്ക് തന്നെ എൻഡർപേൾ എടുത്ത് സെറ്റ് ആക്കാം. സോ ഗൈസ് ട്രേഡ് കഴിഞ്ഞപ്പോൾ ഇവന്മാർ 18 ഗോൾഡ് തന്നെ വലിപ്പിച്ച്. കാരണം ഇവന്മാർ എനിക്ക് നല്ലതായിട്ടൊന്നും തന്നില്ല. ആകെ തന്നത് പോർഷനാണ്. ഇനിയിപ്പോൾ നമുക്ക് പോയി ഫോർട്രസ് തപ്പാം. ഗൈസ് ഈ വീഡിയോയ്ക്ക് ഇത് എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഞാൻ അവിടെ സൂം ചെയ്യുന്നുണ്ടല്ലേ, അവിടെ സൂം ചെയ്യുന്നിടത്ത് ഒരു ഫോർട്രസ് ഉണ്ട്. അപ്പോൾ എനിക്കത് കണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് എന്താ അത് കാണാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്കൊരു ഫോർട്രസ് ഇടി. നമുക്ക് പോയി ബ്ലേസ് സ്പോണർ കണ്ടുപിടിക്കാം. ഞാനിവിടെ ഫോർട്രസിൽ നമ്മളെ ബ്ലേസ് സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നേരെ ബ്ലേസോടെ കളക്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലേസിനെ അടിച്ചു വന്നപ്പോഴാണ് എനിക്ക് ബ്ലേസോട് ആവശ്യത്തിനുള്ള പ്ലേസോടൊക്കെ നമുക്ക് കിട്ടി. ഞാൻ അവിടെ സ്പോണർ വെച്ചപ്പോഴത്തേക്ക് 2 സ്പോണർ കഴിച്ച് എനിക്ക് ആകെ 2 ഹാർട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ചാവും തോന്നുന്നു. എനിക്കറിയാം കട്ടായി വീഡിയോ ഇടുന്ന എൻ്റെ ഹാഫ് ഹാർട്ട്.
അപ്പോൾ നമ്മൾ അവിടെ ഞാനിവിടെ സർവൈവ് ചെയ്യുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഈ പ്ലേസിനെ എങ്ങനെയാലും കൊല്ലാനായി ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു പ്ലേസ് ഡൗൺ ആയി. ഇനി നമുക്ക് അടുത്ത പ്ലേസിനെ കൊല്ലാൻ പതുക്കെ വേണമെങ്കിൽ എന്നെ കട്ടക്ക് അറ്റാക്ക് ചെയ്യുന്നവരെ എനിക്ക് കൊല്ലാൻ പറ്റും തോന്നില്ല. ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് കഴിക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പിന്നെയും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ അൺക്ലിപ്പുകളുണ്ട്, അതായത് എൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്യാത്ത കുറെ ക്ലിപ്പുകളുണ്ട്, അതിനകത്ത് ഞാൻ ഇതുപോലെ സർവൈവ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഞാൻ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നേരെ നമ്മളെ പോർട്ടൽ അങ്ങോട്ട് പോകാം. ഓക്കെ, നമ്മളവിടെ മരിക്കാതെ ഇവിടെ എസ്കേപ്പ് ആയെന്ന് പറയാനാണ് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തത്, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ പോർട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓവർ വേൾഡിലോട്ട് നമുക്ക് തിരിച്ചു പോകാം. എന്നിട്ട് നമുക്ക് നേരെ പോവാം സ്ട്രോങ് ഹോൾഡിലോട്ട് എൻഡറൈസ് ഉണ്ടായിക്കൊണ്ട്. സോ ഗൈസ്, ഫൈനലി നമ്മളിവിടെ കേവിന്റെ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് വേണം എൻട്രൈസ് ഉണ്ടാക്കിയിട്ട് സ്ട്രോങ് ഹോൾഡ്. അപ്പോൾ നമ്മളിവിടെ പുറത്തെത്തിയിട്ടുണ്ട്. പുറത്തെത്തിയപ്പോഴാണ് നമ്മളൊരു അതിഥി കണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്. ആരാന്ന് നോക്കുക, നമ്മളെ പുതിയ മോബ് ക്രീക്കിങ്. അപ്പോൾ ഇവന്റെ പവർ നോക്കണം ഗൈസ്, കണ്ട. ഞാൻ അവനെ നോക്കിയില്ലെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കും. അവനെ അറ്റാക്ക് ചെയ്യുന്നില്ല, എന്താണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അറ്റാക്ക് ചെയ്ത് അധികം ഡാമേജ് ഒന്നും ചെയ്യുന്നില്ല. ഡയമണ്ട് ആർമർ ഇട്ടത് 2 അടിയിൽ ഹാഫ് ആർഡ് കുറഞ്ഞുള്ളൂ. അത്രയ്ക്ക് ന്യൂബാണ് ഈ ക്രീക്കിങ്. പക്ഷെ ഭയങ്കര ശല്യമാണ് ആർമർ ഇടുക. അതുകൊണ്ട് അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് സ്ട്രോങ് ഹോൾഡ് പറ്റും. ഗൈസ്, എനിക്കറിയാമേ എൻ്റെ ഫോണിന് എന്താ പ്രശ്നമെന്ന്. മെയിൻ പാർട്ടെല്ലാം ഡിലീറ്റ് ആയി പോകും ഗൈസ്. അവിടെ നമ്മൾ സ്ട്രോങ് ഹോൾഡ് കണ്ടെത്തി കുഴിച്ച് വരുന്ന എല്ലാം കട്ടായിപ്പോയി. പിന്നെ ഞാൻ സ്ക്രീൻ അങ്ങോട്ട് താത്ത് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് റെക്കോർഡിങ് നടക്കുന്നില്ലത്. അങ്ങനെ ഞാൻ സ്ട്രോങ് ഹോൾഡിൽ എത്തിയിട്ട് പെട്ടെന്ന് റെക്കോർഡിങ് തുടങ്ങി. ഇപ്പോൾ നമുക്ക് പോർട്ടൽ ആക്കാൻ വെറുതെ ടൈമൊന്നും വേസ്റ്റ് ആക്കാതെ. ഇപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് എനിക്ക് ലൈബ്രറി റൂം കിട്ടി. ഇനി ഇവിടെ എന്തൊക്കെ നല്ല ബുക്ക് ഇടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പവർ 4ൻ്റെ അക്വാഫിൻ്റെ ഇൻഫിനിറ്റി കിട്ടി, മൾട്ടി ഷോട്ടും കിട്ടി. ഇനി മുകളിലത്തെ ചെസ്റ്റിലെ ആ യൂസ്ലെസ് ബുക്ക്. ഓക്കെ, എനിക്ക് ഇവിടെ സിൽവർ ഫിഷിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ എൻഡ് പോർട്ടൽ നമുക്കിവിടെ ഫൈനലി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പോട്ട് നേരെ എൻഡ് പോർട്ടൽ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ എൻഡിലോട്ട് ചാടാം. അപ്പോൾ ഗൈസ്, ഇനി ഇവിടെ വെച്ച് മരിച്ചാൽ ഈ വീഡിയോ എൻഡ് ആവും, ഞാൻ ചമ്മി പോവും. പക്ഷെ ഞാൻ മരിക്കാൻ സമ്മതിക്കത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എൻഡിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, എൻഡിൽ നമുക്ക് കിട്ടിയ ഒരു ഊച്ചാളി സ്പോണാണ്. അപ്പോൾ നമുക്ക് എൻ്റർ പേൾ ഇറങ്ങിയിട്ട് നമുക്ക് വേറെ ഈ എൻഡ് ക്രിസ്റ്റലൊക്കെ പൊടിക്കുക. അപ്പോൾ നിങ്ങൾ കാണുക ഒരു മോൺടാച്ച്. സോ ഗൈസ്, നമ്മളെല്ലാം എൻ്റെ ക്രിസ്റ്റലും പൊടിച്ച് ഒരെണ്ണം ഒഴിക്കുക, കാരണം അത് പൊടിക്കാൻ പറ്റില്ല. അത് ഈ ഡ്രാഗൺ മീൻ്റെ അടുത്ത് എറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് മണ്ടേ പോകാൻ പറ്റില്ല. നമുക്ക് ഇനി എൻ്റെ ഡ്രാഗനെ കൊല്ലാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ എൻ്റെ ഡ്രാഗനെ ഇവിടെ ഓൾമോസ്റ്റ് ഡാമേജ് ചെയ്ത്. ഇനി ഒരു അടിക്കും കൂടെ ഉള്ള എൻ്റെ ഡ്രാഗനെ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എൻ്റെ ഡ്രാഗനെ തീർത്തോണ്ട് ഈ പേൽ ഗാർഡൻ ഓൺലി വേൾഡ് ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഞാൻ തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്താൽ. ആരെങ്കിലും ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വീഡിയോ ഒന്ന് അല്ലെങ്കിൽ അവരൊന്ന് വന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ആ വീഡിയോ ഒന്ന് കാണണം. എനിക്ക് വന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റ് ഇനി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഞാൻ അതിന് ഏതെങ്കിലും ഒരു കമൻറ്റ് പിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള ഒരു കമൻറ്റ് പിക്ക് ചെയ്തിട്ട് ഞാൻ ആ ചാലഞ്ച് എടുത്ത് നോക്കി. ഇനി നമുക്ക് HP എല്ലാം ലൂട്ടിയിട്ട് നേരെ ഓവർ വേൾഡിലോട്ട് പോകാം. HP എടുത്തോ. ഇത് നമ്മൾ ഓവർ വേൾഡിൽ എത്തിയിട്ടുണ്ട്. ഇതോടെ നമ്മളെ ചാലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഈ വേൾഡിൽ തിരിച്ചു വരവില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് അഥവാ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക. ഇനി ഇതുപോലത്തെ കിടിലൻ കണ്ടൻസ് മലയാളത്തിൽ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് അന്നേരം വരെ അടുത്ത വീഡിയോയിൽ കാണാം. അന്നേരത്തേക്കും ബൈ ബൈ, ടേക്ക് കെയർ. ഞാൻ പോകുന്നു. ബൈ.